I'm happy to come to this function which marks the culmination of the yatra that the UDF carried out. UDF നടത്തിയ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭയാത്രയുടെ സമാപനത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. And I'm happy that it was about listening to the people of Kerala, about listening to what the people of Kerala want, how they want Kerala to move ahead. കേരളത്തെ നിരീക്ഷിക്കുന്നതിന് സമമായിരുന്നു ഈ യാത്രയെ നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ ഭാവന എന്താണ്, അത് നിരീക്ഷിക്കുന്നതിന് ഈ യാത്ര വളരെയേറെ സഹായിച്ചു. And if we want to discuss Kerala and the future of Kerala, we have to understand that Kerala is a global idea. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളം ഒരു ആഗോള ആശയമാണ് എന്നുള്ളതാണ്. It is of course a state in our beautiful country, but it is also a global concept, a global idea. നമ്മുടെ രാജ്യത്തെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാഗോള ആശയവും ഒരാഗോള സങ്കല്പവും കൂടിയാണ് കേരളം. And so it's important to start the discussion with what is going on at the global level. ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് ആ ചർച്ച തുടങ്ങുന്നതിന് കേരളത്തെ തന്നെ ഒരു മാതൃകയാക്കിയാൽ തീർച്ചയായും അത് ഉചിതമായിരിക്കും. We have millions of our brothers and sisters who live in the Middle East, who send remittances back from the Middle East to India. മില്യൺ കണക്കിന് പ്രവാസികളായിട്ടുള്ളവർ മധ്യപൗരസ്ത്യ ദേശത്തുണ്ട്. അവരുടെ സംഭാവനകൾ അല്പമൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. They are worried about what is going to happen in the war. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, മധ്യപൗരസ്ത്യ ദേശത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവർ വളരെയേറെ ഉത്കണ്ഠാകുലരാണ്. In fact, it is almost impossible to predict what will happen in the war between the United States and Iran. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അവസാന ഫലം, അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. But what one can confidently say is that we are entering a new, unstable, dangerous phase on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ വളരെ അസ്ഥിരമായിട്ടുള്ള, അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി, ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the US deal. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ
പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വ്യക്തമായും സ്ഫുടമായും പറയാനാണ് ഞാൻ and the result is going to be borne by the people of our country, by our farmers, by our small and medium business owners, by our workers. ഈ കരാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നമ്മുടെ കർഷകരെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ, നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മുടെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കരാറിലാണ് രാജ്യം ഭരിക്കുന്നവർ ഒപ്പിട്ടിട്ടുള്ളത്. No prime minister before him has opened agriculture to American agriculture. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ കാർഷിക രംഗം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. Large American mechanized firms are going to compete with small Indian labor intensive farms. വളരെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തു നിന്നും വരുന്ന ഈ പുതിയ ആളുകളുടെ ആഗമനത്തോടുകൂടി, കരാറിലൂടെ തുറന്നു കൊടുത്തിട്ടുള്ളവരുടെ ആഗമനത്തോടുകൂടി. The result is going to be devastation in our agricultural sector, devastation for our cotton farmers, our corn farmers, our dal farmers, our fruit farmers. നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ അതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെ തകർക്കുന്നതാണ്. ആ കാർഷിക മേഖലകളെ മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് ഈ അമേരിക്കയുമായുള്ള കരാർ ചെന്നവസാനിക്കുക. And our soya farmers, soybean. അതുപോലെ നമ്മുടെ സോയാബീൻ, ഈ മേഖലകളിലെല്ലാം നടക്കുന്ന കൃഷിയെ തകർക്കുന്നതായിരിക്കും ഈ കരാർ. The second thing the Prime Minister has signed away is our energy security. Energy security. ഊർജ സുരക്ഷ ആ പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി വിദേശ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. Imagine that the Prime Minister of India has committed to President Trump that India will only buy oil from who America wants it to buy oil. അമേരിക്ക പറയുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവർക്കും ഏത് രാജ്യമാണോ അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ എന്ന രംഗം ഒന്ന് ഭാവനയിൽ സങ്കല്പിച്ചു. Imagine that a country as powerful as ours has to take permission from the United States if it wants to buy oil from Russia. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. The third thing that President Trump has extracted from the Prime Minister is Indian data. ട്രംപുമായി ഒപ്പിട്ടുള്ള കരാറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് തീർത്തും രഹസ്യമായിട്ടുള്ള ഡാറ്റ വിവരങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The most valuable asset that India has is the data that we produce. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റയുമായി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരമാണ്. Any talk about AI has to be based on data. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും ഏത് പ്രക്രിയയും ഈ ഡാറ്റയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കൂ. And our 1.4 billion people produce the largest amount of data on the planet. നമ്മളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ വിവരശേഖരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. This includes medical data, it includes data on movement of people, it includes communication data. ഇത് ചികിത്സാ രംഗത്തുള്ള ഡാറ്റ, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡാറ്റ, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ യാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ വികാരസാന്ദ്രമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡാറ്റയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. All of it has been signed away by Prime Minister Modi. ഇതെല്ലാം പ്രധാനമന്ത്രി മോദി ഒപ്പിട്ട് വിദേശ ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുകയാണ്. And the final thing he has done, he has promised President Trump that we will buy billions of dollars of imports from the United States. Billions of 9 lakh crore imports from the United States every year. 9 ലക്ഷം കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് അത് വിലമതിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്നതാണ് ഈ കരാറിൽ ട്രംപുമായി ഒപ്പിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ.
I am pretty certain that no Indian Prime Minister would do this under natural circumstances. ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇതിലൂടെ ഉരുത്തിരിയുന്നു മാത്രമല്ല, ഇതിലൂടെ രാജ്യത്തെ കർഷക സംവിധാനത്തെ, രാജ്യത്തെ വിവരശേഖരത്തെ പ്രധാനമന്ത്രി വിൽക്കുകയാണ് ചെയ്തത്.